അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡി സി മോട്ടറാണ്. സോ ഡി സി മോട്ടറിൻ്റെ സ്ട്രക്ചർ, ഡി സി മോട്ടറിൻ്റെ വർക്കിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ അത് എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഒന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് ഞാൻ പറയുന്ന ഈ പാർട്സ് ഓഫ് ദി ഡി സി മോട്ടർ എന്നും പറഞ്ഞിപ്പോൾ കുറച്ച് സംഗതികൾ പരിചയപ്പെടുത്താം, പിന്നെ ആ സർക്യൂട്ട് ഒന്ന് പരിചയപ്പെടുത്താം. അത് മാത്രം മതിയാവും. അത് നോക്കിക്കൊണ്ട് നമുക്ക് എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കുന്നു എന്നുള്ള ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പറയുക, അത് ഹെൽപ്ഫുൾ ആയോ, കാണാതെ പഠിക്കാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കണം, എന്നിട്ട് അത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അപ്ലൈ ചെയ്യാനും ശ്രമിക്കണം. എന്നിട്ട് പറയണം കേട്ടോ. അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് വേണം പറയാനായിട്ട്, ഇത് സംഭവം വർക്കായോ ഇല്ലയോ എന്നുള്ളത്. എനിവേ ഡൗട്ട്സ് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. എന്തായാലും ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, ഈ ഒരു സംഗതി പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മനഃപൂർവ്വമാണ് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. നല്ല അനിമേറ്റഡ് ആയിട്ടുള്ള പടങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഈവൻ ദോ എന്നിട്ട് കൂടി ഞാനത് എന്ത് ചെയ്യുന്നില്ല, ഞാനത് ചൂസ് ചെയ്യുന്നില്ല. ഞാൻ ടെക്സ്റ്റിലെ പടങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം സോ ദാറ്റ് നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്തോട്ടെ, എൻ്റെ ടെക്സ്റ്റിൽ നിന്നുള്ള അതേ പടമാണല്ലോ ഇത് എന്ന് നിങ്ങൾക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പരിചയപ്പെടേണ്ടത് പാർട്സ് ഓഫ് ദി ഡി സി മോട്ടറാണ്. പാർട്സ് ഓഫ് ഡി സി മോട്ടർ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കണം, സ്കൂളിലൊക്കെ പറഞ്ഞിരിക്കും. എനിവേ വി ആർ ഗോയിങ് ടു സി വാട്ട് ഈസ് ഡി സി മോട്ടർ. ഓക്കെ, സോ പാർട്സ് ഓഫ് ഡി സി മോട്ടർ ഉറപ്പായിട്ടും 2 ഫീൽഡ് മാഗ്നറ്റ്സ് നമ്മൾ ഉപയോഗിച്ചേ മതിയാകുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഫീൽഡ് മാഗ്നറ്റ്സ് ഓർ പെർമനൻറ്റ് മാഗ്നറ്റ്സ്, അത് നമ്മൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതാണ് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. സോ പെർമനൻറ്റ് മാഗ്നറ്റ്സ്, അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ് ഇവിടെ നടുക്കൊരു ABCD എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആർമേച്ചർ കോയിൽ. മൂന്നാമത്തെ കേസ് നിങ്ങൾ പഠിക്കേണ്ടത്, ഈ ആർമേച്ചർ കോയിൽ ചെന്ന് കണക്റ്റ് ആവുന്നത് കണ്ടോ, ഒരു സ്പ്ലിറ്റ് റിംഗ് S1 ആൻഡ് S2 എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സ്പ്ലിറ്റ് റിങ്സ്. നാലാമത്തെ കേസ്, ആ സ്പ്ലിറ്റ് റിങ്സ് ഒരു കറുത്ത സംഗതിയായിട്ട് അവിടെ ഒരു ബ്രഷായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ബ്രഷസ് എന്ന് പറയാം, അല്ലെങ്കിൽ കാർബൺ ബ്രഷസ് എന്നാണ് അതിൻ്റെ പേര്. കാർബൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രഷസ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം, ബാറ്ററി, സ്വിച്ച് വേണം, ദാറ്റ് ഈസ് കീ, പിന്നെ എന്ത് വേണം, റിയോസ്റ്റാറ്റും വേണം. സോ ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം എന്ത് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് ഏതാണ്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയാം, യു ഷേപ്പ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ്, അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് ഓഫ് ദി ഡി സി മോട്ടർ എന്ന് വെച്ച് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ശരി. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടോളൂ. ഇവിടെ നമ്മൾ ഉറപ്പായിട്ടും എന്തു വരും, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളിവിടെ യൂസ് ചെയ്യും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലല്ലാതെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡയറക്ഷനിൽ പോകണം, കറണ്ട് മറ്റേതെങ്കിലും ദിശയിൽ പോകണം. അങ്ങനെയാണ് എങ്കിൽ ആ കണ്ടക്ടറിന് എന്ത് ഫീൽ ചെയ്യും, there will be a force experienced to that conductor and that force is known as Lorentz force. എന്താണ്, that force is known as Lorentz force. ആ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണെന്ത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി ഡിറക്ഷൻ ഓഫ് ദി ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ we are using a rule called Fleming's left hand rule. Please use your left hand, don't try to use your right hand. Left means left. ഓക്കെ, ഇടത്തെ കൈ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, മാറിപ്പോവല്ലേ. സോ ദാറ്റ് ഐ ഹാവ് ഓൾസോ, ഞാൻ എൻ്റെ ഒരു ഫിഗറും കൂടി കൊടുത്തിരിക്കുകയാണ്, എന്ത്, സോ ദാറ്റ് യു ക്യാൻ യൂസ് യുവർ ഫിംഗേഴ്സ് അപ്രോപ്രിയറ്റ്ലി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡി സി മോട്ടറിൽ ഇവർ കറങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു എന്തോ പറയുക, മേക്ക് ഇറ്റ്
ലുക്ക് ഈസിയർ, ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വിരലിൻ്റെ പടം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ് us say this ABCD is an armature coil and this armature is supposed to റൊട്ടേറ്റ്. ഈ ആർമേച്ചർ എന്തിനാണ് ഇവിടെ വച്ചിരിക്കുന്നത്? റൊട്ടേറ്റ് ചെയ്യാനാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാം, ഒരു ടയർ എടുത്തോ, ഒരു ടയർ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൂടെ എന്ത് പാസ് ചെയ്യണം? ഒരു ആക്സിസ് പാസ് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടാവും ബസ്സും കാറൊക്കെ അല്ലേ? അപ്പോൾ ഈ ടയറും അപ്പുറത്തെ ടയറും കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഒരു സംഗതി അതിൻ്റെ നടുക്കൂടെ പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ആക്സിൽ എന്ന് പറയുന്നത്. എന്താണ് ആക്സിൽ? ഇത് ഒടിയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇതിവിടെ വെച്ച് ഒടിയുമ്പോൾ എന്ത് സംഭവിക്കും? ടയർ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആക്സിൽ മാറ്റി വെക്കുക. അങ്ങനെ ആക്സിൽ ഒടിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, ബസ്സസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുമ്പോൾ അവർ പറയാറുണ്ട് എന്ത്, വെയിറ്റ് കൂടിയിട്ട് ആക്സിൽ ഒടിഞ്ഞതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കൂ, ആക്സിസ് ആണ്. ആ റൊട്ടേഷൻ എങ്ങനെയാണ് നോക്കൂ, ആ റൊട്ടേഷൻ എങ്ങനെയാണ് അതുകൂടെ പറയാം. ഇപ്പോൾ ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും, അടിഭാഗം ഇങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്താണ്, മുകളിൽ ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മേളിലോട്ടായിരിക്കും. താഴെ എങ്ങോട്ടായിരിക്കും? ഇതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ആക്സിസ് ഈ നടുക്കൂടെ ആയിരിക്കുമല്ലോ പോകുന്നത്. ഈ ആക്സിൽ പോകുന്നതിൻ്റെ വഴി തന്നെ ആയിരിക്കും എന്ത്, ആക്സിസും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ അങ്ങനെ ഒരു വാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആക്സിൽ. അതായത് ആർമേച്ചർ അപ്പോൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആക്സിൽ എന്തുവാന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് സാറിപ്പോൾ എന്ത് പറഞ്ഞത്, ഈ ഒരു വണ്ടിയുടെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് പോവുക. അപ്പോൾ ബ്രഷ് വഴി അങ്ങോട്ട് കറണ്ട് കയറും, സ്പ്ലിറ്റ് റിങ്ങിലോട്ട് കറണ്ട് കയറും. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഈ വയർ വഴി കയറി ഇവിടെ എത്തും. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് ദേ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ AB എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുന്നതെന്ന് നോക്കിയാൽ, കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കറണ്ട് അകത്തോട്ടാണ് പോകുന്നത് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? അത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോകുന്നത് അല്ലേ? നോർത്ത് എവിടെ കിടക്കുന്നത്? ഇവിടുന്ന്. സോ ഇവിടുന്ന് സൗത്തിലോട്ടായിരിക്കും എന്ത് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? വലത്തോട്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വെവ്വേറെ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ടു ഫൈൻഡ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ തമ്മിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. പറയാനില്ലല്ലോ. ഓക്കെ, പറയേണ്ട കാര്യമില്ല. അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ ഈ AB എന്ന പാർട്ടിനെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? എ ഫോഴ്സ് വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഓൺ ദി ABCD അല്ല, AB എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ ആം എന്ന് പറയാം. ആ ഒരു കയ്യിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അടുത്ത കേസിലോ വേറൊരു ആമുണ്ട്, ദാറ്റ് ഈസ് BC. മറ്റൊരാമുണ്ട് CD. മറ്റൊരാമുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഗുഡ്, ശരി. അപ്പോൾ നോക്കിക്കേ, ഇനി BCയുടെ കേസ് നോക്കിക്കേ. കറണ്ട് എങ്ങോട്ടായിരിക്കും? B നിന്ന് Cയിലോട്ടായിരിക്കും ഒഴുകുന്നത് അല്ലേ? അപ്പോൾ കറണ്ട് എങ്ങോട്ടാണ്? B നിന്ന് Cയിലോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അതും ആ ദിശയിലാണ് ഒഴുകുന്നത് അല്ലേ? അപ്പോൾ അത് രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ടോ മക്കളെ? ഇല്ല. ഇഫ് ദ കറണ്ട്, ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ ആക്ടിങ് ഓൺ ദി സെയിം ഡയറക്ഷൻ, ദെൻ ദർ ഈസ് നോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. അവിടെ ലൊറൻസ് ഫോഴ്സിന് സ്ഥാനമേ ഇല്ല. അപ്പോൾ ആം BCയിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഉണ്ടാവത്തില്ല. ഇവിടെ ഫോഴ്സ് ഉണ്ടോ മക്കളെ? ഇല്ല. ഇവിടെ എന്തുണ്ടില്ല? ഫോഴ്സ് ഇല്ല. എവിടെയേ ഫോഴ്സ് ഉള്ളൂ? അപ്പോൾ തൽക്കാലം നമ്മൾ പറഞ്ഞിടത് AB എന്ന് പറയുന്നിടത്ത് മാത്രമേ ഫോഴ്സ് ഉള്ളൂ. AB എന്ന് പറയുന്നിടത്ത് മാത്രമേ ഫോഴ്സ് ഉള്ളൂ. ഓക്കെ, ശരി. നെക്സ്റ്റ് CD എന്ന് പറയുന്ന കേസിൽ C നിന്ന് Dയിലോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കറണ്ട് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാണ് പോകുന്നത്. കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡോ? അത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് പോകുന്നത്. അപ്പം രണ്ടും ഡിഫറൻറ്റ് ദിശയാണ്. ആൻഡ് ഓൾസോ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി ഹിയർ ഓൾസോ അല്ലേ? 90 ഡിഗ്രിയാണ് ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ലേ? ഡെഫിനറ്റ്ലി ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ബിക്കോസ് ദേ ആർ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ അവിടെയും എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. ടീക്കെ. അപ്പോൾ എവിടെയൊക്കെയാണ് ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ABയിലും CDയിലും. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് നോട്ട് ചെയ്തു. എവിടെയൊക്കെയാണ്? ആം ABയിലും, ഓക്കെ, AB ആമിലും CD ആമിലുമാണ് എന്ത് എനിക്ക്
ഫോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കൈയുടെ കാര്യം പറഞ്ഞാൽ മതി. സോ എ ബി ആമിൽ എന്ത് സംഭവിക്കുന്നു, സി ഡി ആമിൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ നാച്ചുറലി ഞാൻ എന്ത് ഉപയോഗിക്കേണ്ടി വരും, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിക്കോ, അകത്തോട്ടാണ് കറണ്ട് കൊടുത്തേക്കുന്നത് അല്ലേ, ഇതെൻ്റെ എ ആണ്, ഇതെന്താണ് ബി ആണ്. സോ എയിന് ബിയിലോട്ടാണ് മിഡിൽ ഫിംഗർ പോയേക്കുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് പോയേക്കുന്നത്. സോ ചൂണ്ടുവിരൽ അങ്ങോട്ടും പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതാണ് ലോറൻസ് ഫോഴ്സിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. ലോറൻസ് ഫോഴ്സ് എങ്ങോട്ടാണ്, താഴോട്ടാണ്. എന്താണ് ലോറൻസ് ഫോഴ്സ് എങ്ങോട്ടാണ്, താഴോട്ടാണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന എ ബി, ഇതാണ് എ ബി എങ്കിൽ അദ്ദേഹത്തിന് എങ്ങോട്ട് കറങ്ങാനേ തോന്നത്തുള്ളൂ, താഴോട്ട് കറങ്ങാൻ മാത്രമേ തോന്നത്തുള്ളൂ. ഫോഴ്സ് വിൽ ബി ആക്ടിങ്, ഇതാണ് ആർമേച്ചർ എങ്കിൽ, ഇതാണ് ആർമേച്ചർ എങ്കിൽ എങ്ങോട്ടേ ഫോഴ്സിന് ആക്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ, താഴോട്ട് ആക്ട് ചെയ്യാനേ തോന്നത്തുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ വി ആർ യൂസിങ് ദ ഫിംഗേഴ്സ് അപ്രോപ്രിയറ്റ്ലി. എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നേ എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ഫോഴ്സ് എങ്ങോട്ടാ, താഴോട്ട്. അതേസമയം നമ്മൾ എന്ത് സി ഡിയുടെ കാര്യത്തിലൊന്ന് നോക്കാം. സി ഡിയിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. എന്നാൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണം, ദിശ കണ്ടെത്തണം. അപ്പോൾ ഡയറക്ഷൻ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ശരി, നോക്കാം. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഇതിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടുള്ള ലൈൻ തന്നെയാണ്. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. ഇത്തവണ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്, സിയിൽ നിന്ന് ഡിയിലോട്ടാണ് വരുന്നത്. സോ അവിടെ സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. സിയിൽ നിന്ന് ഡിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഏതാണ്, ഇതാണ് ലോറൻസ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും വ്യക്തമാണല്ലോ. സോ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്കാണ് ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് ഇത് സി, ഇത് ഡി. ഓക്കെ, സി ഡി എന്ന് പറയുന്ന ആമിൽ എന്താ സംഭവിക്കുക, മോളിലോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താണ്, മോളിലോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഈ വസ്തു എ ബി എന്ന് പറയുന്നതിന് ആ കൈക്ക് എങ്ങോട്ട് പോകാൻ തോന്നും, ഇറ്റ് വിൽ മൂവ് ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ ഇൻവേർഡ്സ് എന്നും പറയാം. ഓക്കെ, ഇറ്റ് വിൽ മൂവ് ഇൻവേർഡ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് പ്രകാരം ഇതെന്താണ്, അകത്തേക്കാണ് പോകുന്നത്, ഇൻവേർഡ്സ്. ഇതെന്താണ്, പുറത്തേക്കാണ്, മുകളിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഔട്ട്വേർഡ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക. ഇത് അകത്തോട്ട് പോകുന്നു ഇൻവേർഡ്സ്, ഇത് മുകളിലോട്ട് വരുന്നു ഔട്ട്വേർഡ്സ്. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും, ഇതിന് കറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കുക, ഇത് ഞാൻ രണ്ട് സൈഡ്, ഇത് ഞാൻ മാഗ്നറ്റിനെ ഉദ്ദേശിച്ചേക്കുന്നത്, ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഓക്കെ, ഇതും എന്താണ്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഇത് നമ്മളുടെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു ആർമേച്ചറാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ അപ്പോൾ ഇത് മതിയാവും. കണ്ടോ, അപ്പം നമുക്ക് വല്ലഭന് പുല്ലു ആയുധം എന്നൊക്കെ പറയുന്ന പോലെ ഓക്കെ, ഞാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നാച്ചുറലി ഇവിടെ എന്തുണ്ട്, ഇത് വന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റ് റിങ്ങിലുമായിട്ട് കണക്റ്റ് ആവും. ഓക്കെ, എന്നിട്ട് അതെന്താവും, ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്, ഇവിടെ എന്തുണ്ടാവും, ഒരു ബ്രഷ് ഉണ്ടാവും, ആൻഡ് ലേറ്റർ ഓൺ കണക്ഷൻ ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇതുണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, നടുക്ക് എന്തുണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, ഇതിന് താഴോട്ടും ഇതിനെങ്ങോട്ടും പോകാൻ തോന്നും, മേളിലോട്ടും പോകാൻ തോന്നും, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കപ്പിൾ. എന്താണ് വിളിക്കുന്നത്, ഈ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് കപ്പിൾ. ഈ കപ്പിൾ എന്ത് ചെയ്യും, ഇതിനെ കറക്കാൻ നോക്കും. ഒരെണ്ണത്തിന് ഒരു സൈഡിൽ താഴോട്ടും ഒരു സൈഡിൽ മേളിലോട്ടും എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. കപ്പിൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ എന്ത് നടക്കുമെന്ന് അറിയാവോ, റൊട്ടേഷൻ ആയിരിക്കും അതിൻ്റെ ഫലം എന്ന് പറയുന്നത്. സോ കപ്പിൾ ഓൾവേസ് റിസൾട്ട്സ് ഇൻ റൊട്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ റൊട്ടേഷൻ എങ്ങനെ നടക്കും എന്നറിയാൻ വേണ്ടി ഞാനത് തിരിച്ചു വച്ചിരിക്കുക. മനസ്സിലാവുന്നോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വസ്തു ഇങ്ങോട്ടായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കാര്യം കൂടെ നോക്കാം. ശരി, അപ്പോൾ ഞാൻ ഇതിനെ എ എന്ന് വിളിച്ച്, ഈ ഭാഗം ഇത് എ ബി, ഇത് സി, ഇത് ഡി. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഭാഗത്തിന് താഴോട്ട് പോകാനും സി ഡി എന്ന് പറയുന്ന ഭാഗത്തിന് മുകളിലോട്ട് പോകാനുമാണ്. അപ്പോൾ മുകളിൽ അതിൻ്റെ മോഷൻ ഇങ്ങോട്ടായിരിക്കും, കണ്ടോ, താഴെ അതെങ്ങനെയായിരിക്കും, താഴോട്ടായിരിക്കും അല്ലേ. ഇത് ശരിക്കും എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. സോ എങ്ങനെയാണ് കറങ്ങാൻ പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഇദ്ദേഹം കറങ്ങാൻ പോകുന്നത് നാച്ചുറലി. ശരിയാണോ അല്ലേ? ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങാൻ പോകുന്നത്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യുക, കാര്യം നമുക്കിത് മനസ്സിലായോ ഇല്ലയോ എന്നറിയാമല്ലോ. പാർട്സ് ഓഫ് ദി ഡി സി മോട്ടർ എന്തായാലും നമ്മൾ വ്യക്തമായി പഠിച്ചു. ഹോൾസ് ഷൂ മാഗ്നറ്റ് രണ്ടറ്റത്തും വെക്കുന്നു, നടുക്ക് ഒരു കോയിൽ വെക്കുന്നു, ആ കോയിലിൻ്റെ പേര് ആർമേച്ചറാണ്. ആർമേച്ചറിന് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആക്സിസ് അവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ആർമേച്ചർ കോയിൽ ഈസ് കണക്റ്റഡ് ടു
സ്പ്ലിറ്റ് റിങ്സ് S1 S2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ആ സ്പ്ലിറ്റ് റിങ്സ് പിന്നീട് എന്തായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, കാർബൺ ബ്രഷ് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ലേറ്റർ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബാറ്ററി, സ്വിച്ച് ആൻഡ് റിയോസ്റ്റാറ്റ്. ടീക്കെ, ഇത്രയുമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എവിടെയൊക്കെയാണ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും ഡിഫറെൻറ്റ് ഡിറക്ഷൻസിലുള്ളത് എന്ന് മനസ്സിലാക്കി. അത് എവിടെയൊക്കെ ആയിരുന്നു? AB എന്ന് പറയുന്ന ആമിലും CD എന്ന് പറയുന്ന ആമിലും. ഓക്കെ, അപ്പോൾ അവിടെ മാത്രമായിരിക്കും ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ആ ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കി. ഇനി എനിക്ക് ഐ ഹാവ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദിസ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നതാ? AB-യിലും CD-യിലും. സോ നാച്ചുറലി ഐ ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എങ്ങനെയാണ് ഫിംഗേഴ്സ് അപ്രോപ്രിയേറ്റ്ലി യൂസ് ചെയ്യേണ്ടതെന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി. AB എന്ന് പറയുന്ന സൈഡ് താഴേക്കും CD എന്ന് പറയുന്ന സൈഡ് മുകളിലേക്കും പൊന്തും അല്ലേ? അസ് എ റിസൾട്ട് ഡെഫിനറ്റ്ലി ആർമേച്ചർ കോയിൽ വിൽ അണ്ടർഗോ റൊട്ടേഷൻ. അപ്പോൾ AB എന്ന് പറയുന്ന ആം അകത്തേക്ക് പോകും, താഴേക്ക് പോകും, ഇൻവേർട്സ്. ഓക്കെ, ഡൗൺവേർഡ്സ് എന്ന് പറയണമെന്നുണ്ട്, ബട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് ഇൻവേർട്സ്. അതുകൊണ്ടാണ് ഞാൻ ഇൻവേർട്സ് എന്ന് പറയുന്ന വാക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. CD-യിൽ മുകളിലേക്ക് പോകണം എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഔട്ട്വേർഡ്സ് എന്ന് എഴുതൂ, പുറത്തേക്ക് വരുന്നു എന്ന് എഴുതൂ എന്നാണ്. സോ ദെയർ ഫോർ ഔട്ട്വേർഡ്സ് പ്രിഫർ ചെയ്തിരിക്കുകയാണ്. സോ അതും വ്യക്തമാണ്. അസ് എ റിസൾട്ട് ഈ ഫോഴ്സുകൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? കപ്പിളെന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ കപ്പിള് റൊട്ടേഷന് വഴിവരുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദെയർ ഫോർ ഈ കപ്പിളിനെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നു ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ. അനക്കുന്നു, ഈ കപ്പിൾ ആ വസ്തുവിനെ അനക്കുകയാണ്. സോ ദിസ് ഈസ് ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ ആർമേച്ചർ കോയിൽ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ മാക്സിമം ആകും. അപ്പോൾ അടുത്ത എൻ്റെ പോയിൻ്റ് നോക്കിക്കോളൂ. എന്താ ഞാൻ പറഞ്ഞ്? ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ ഈസ് മാക്സിമം വെൻ plane of armature coil is parallel to magnetic fields. ഓക്കെ, എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു തരാം. എന്താ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു തരാം. അത് ഇങ്ങനെ ഇരിക്കില്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആർമേച്ചർ ഞാൻ എവിടെ വച്ചേക്കുന്നത്? ഞാൻ ഡെസ്കിലാണ് വച്ചേക്കുന്നത്. ഈ ഡെസ്കിനെയാണ് എന്ത് പറയുക? പ്ലെയിൻ ഓഫ് ആർമേച്ചർ കോയിൽ. എന്താണ് പ്ലെയിൻ? അത് ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, പ്ലെയിൻ ഓഫ് ആർമേച്ചർ കോയിൽ. ആ ആർമേച്ചർ വെച്ചിരിക്കുന്ന പ്ലെയിൻ. ഓക്കെ, ആ പ്ലെയിൻ അങ്ങനെ ഇരിക്കുന്നത് കറക്റ്റായിട്ട് അതിനെ താങ്ങി നിർത്തിക്കൊണ്ടായിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? യെസ്. എന്നാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് രണ്ടും ഈ ബെഞ്ച് വരയ്ക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാവും, നോർത്തിൽ നിന്ന് സൗത്തിൽ വരയ്ക്കുമ്പോഴും ഈ ലൈനും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അവരെന്താ പാരലൽ അല്ലേ? ആണ്. ഈ സമയത്ത് അതായത് ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് ഭയങ്കരമായ കപ്പിൾ നേരിടേണ്ടി വരും. സോ ദ ഡിഫ്ലക്റ്റിംഗ് couple is maximum when the plane of the armature is parallel to the direction of the magnetic field. നേരെ മറിച്ച് ഇപ്പം കണ്ടോ, ആർമേച്ചറിനെ താങ്ങി നിർത്തിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ ആർമേച്ചറിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് ആർമേച്ചറിൻ്റെ പ്ലെയിൻ ഉണ്ടാവുക, കണ്ടോ? എന്നാൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് അല്ലേ? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. സോറി. ഓക്കെ, അപ്പം നോർത്തിൽ നിന്ന് കാണാൻ പറ്റത്തില്ലേ? വേറെ ശരി. ഓക്കെ, അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലൈൻസ് പോകുന്നത്. നാച്ചുറലി അവർ തമ്മിലുള്ള ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. ഓക്കെ, നാച്ചുറലി അവർ തമ്മിലുള്ള ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി വരും. കണ്ടോ? അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി. അപ്പോൾ ഈ സമയത്ത് ഒരിക്കലും ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ മിനിമം ആയിരിക്കും. ബിക്കോസ് ഈ സമയത്തുള്ള ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എത്ര? ഈ സമയത്ത് വരെ ഒന്നിനും ഒരു ഫോഴ്സും ഉണ്ടാവത്തില്ല. ഈ സമയത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു ഫോഴ്സ് ഉണ്ടാവത്തില്ല. സോ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ വിൽ ബി 0. എപ്പോൾ? ഈ പൊസിഷൻ്റെ പ്രത്യേകത എന്താ? ദ പ്ലെയിൻ ഓഫ് ആർമേച്ചർ കോയിൽ. പ്ലെയിൻ ഓഫ് ആർമേച്ചർ കോയിൽ
Okay, plane of armature coil is perpendicular to the plane of armature coil is perpendicular to the direction of magnetic field. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ ഈസ് ഈക്വൽ ടു 0 എപ്പോൾ വെൻ പ്ലെയിൻ ഓഫ് ആർമേച്ചർ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. എപ്പോഴാണ് മാക്സിമം? അത് പഴയ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കളയാം. അത്രമാത്രം ഓർത്താൽ മതിയോ? ഡിഫ്ലക്റ്റിംഗ് കപ്പിളുണ്ട്. ഇറ്റ് ഈസ് മാക്സിമം വെൻ ദ പ്ലെയിൻ ഓഫ് ദി ആർമേച്ചർ കോയിൽ ഈസ് പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് മുമ്പേ കണ്ടത്. ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? അവിടെ ഡിഫ്ലക്റ്റിംഗ് കപ്പിളില്ല. ഡിഫ്ലക്റ്റിംഗ് കപ്പിളില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, നോക്കാം. ഇനി ഞാനത് വിവരിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, നല്ല രസമായിരിക്കും. ആദ്യം എന്താ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എ ബിക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. സി ഡിക്ക് എന്ത് ഫീൽ ചെയ്യും? ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. അസ് എ റിസൾട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നടക്കും. എന്ത് സംഭവിക്കും? റൊട്ടേഷൻ നടക്കും. അപ്പോൾ വെൻ ഇറ്റ് റൊട്ടേറ്റ്സ്, അത് ഭയങ്കരമാട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് സ്പ്ലിറ്റ് റിംഗ് ഓൾസോ റൊട്ടേറ്റ്സ്. അതാണ് ഇമ്പോർട്ടൻ്റ്. വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് സ്പ്ലിറ്റ് റിംഗ്സ് റൊട്ടേറ്റ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? കക്ഷി അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എ ബി താഴേക്ക് പോകും, സി ഡി മുകളിലേക്ക് വരും. ഓക്കെ, ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഡി. ഓക്കെ, അപ്പോൾ സി ഡി എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇരിക്കുന്ന S1 എന്ത് ചെയ്യും? നേരെ താഴെ പോകും. കണ്ടോ? അതേ കണ്ടോ? S1 അല്ലേ ഈ താഴെ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ? S1 താഴെ വരും. ഇവിടെ എന്ത് ചെയ്യും? മുകളിൽ ആര് വരും? S2 വരും. കണ്ടോ? ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സർക്യൂട്ട് ഓണാണ്. ഇവിടുന്ന് കറണ്ട് വന്നിട്ടുണ്ട്. ദേ കറണ്ട് വരുന്നുണ്ട്. പക്ഷേ ആരില്ല കോണ്ടാക്റ്റിൽ? സ്പ്ലിറ്റ് റിങ്ങിലില്ല. സ്പ്ലിറ്റ് റിങ് എന്തില്ല? കോണ്ടാക്റ്റിലില്ല. അപ്പോൾ എന്ത് സംഭവിക്കില്ല? അകത്തോട്ട് എന്ത് ചെയ്യില്ലെന്നേ? കറണ്ട് കയറില്ല. പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ? ഇവിടെയൊക്കെ കറണ്ട് കയറുന്നുണ്ട്. ഇതേ കണ്ടോ? അകത്തോട്ട് കയറുന്നുണ്ട്. ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഇതിലേക്കൂടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒരിക്കലും ഇതിനകത്ത് കറണ്ട് മാർക്ക് ചെയ്യില്ല. വൈ? ബ്രഷ് വരെ വരും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് സ്പ്ലിറ്റ് റിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? സ്പ്ലിറ്റ് റിങ് ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ദി ബ്രഷ് B1. മനസ്സിലാവുന്നോ? അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. S1 എന്ന് പറയുന്നത് ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ബ്രഷ് B1. S1 ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ബ്രഷ് B1. എപ്പോഴാണ് ഇങ്ങനെ? വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. വെൻ ആർമേച്ചർ റൊട്ടേറ്റ്സ് എത്രയാണെന്നറിയാവോ? 90 ഡിഗ്രി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ആദ്യം ഇങ്ങനെ ഇരുന്നതല്ലേ, അവിടെ നിന്നൊരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിലാവുന്നു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ആളെങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക. നേരത്തെ ഞാൻ വരച്ചില്ല, ബുക്ക് വെച്ചിരുന്നില്ലേ? അതാണ് ഞാൻ വരച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് 90 ഡിഗ്രി കക്ഷി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ S1 ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B1 അല്ലേ? അത് മാത്രമാണോ? S2 ഓൾസോ ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ്. S2 ഈസ് ഓൾസോ നോട്ട് ഇൻ കോണ്ടാക്റ്റ്. S2 is also not in contact with B2. Okay, so S1 is not in contact with B1. When armature rotates 90 degree, S2 is also not in contact with B2. ठीक है, അപ്പോൾ ഞാനൊരു സംഭവം പറയാണ്. S1 ഈസ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് B1 വെൻ ആർമേച്ചർ റൊട്ടേറ്റ്സ് 90 ഡിഗ്രി. 90 ഡിഗ്രി കഴിഞ്ഞപ്പോൾ S1ഉം S2ഉം ബ്രഷസുമായിട്ട് കോണ്ടാക്റ്റിലില്ല. അതുകൊണ്ട് തന്നെ കറണ്ട് മുകളിലേക്ക് കയറുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കും കൂടെ കയ്യിൽ വേണമെന്ന്. ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും കയ്യിലുള്ളത് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായി. ശരി, അപ്പോൾ ഇപ്പോൾ കറണ്ട് കയറുന്നില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ കറണ്ട് കയറുന്നില്ല. അത് ഇങ്ങനെ നിൽക്കുകയല്ലേ. പക്ഷേ ഇതെന്ത് ചെയ്യുന്നറിയാവോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇനർഷ്യ. എന്തുവാ? ഇനർഷ്യ.
ഇനർഷ്യ ഓഫ് മോഷൻ വന്ന് കളിക്കും. ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ 0 ആണെങ്കിലും എന്ത് വന്ന് കളിക്കും? ഇനർഷ്യ മോഷൻ വിൽ കം ഇൻ ടു പ്ലേ. സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, സോ ഇനർഷ്യ ഓഫ് മോഷൻ വിൽ കം ഇൻ ടു പ്ലേ വെൻ എവർ ദ ആർമേച്ചർ ഈസ് ഇൻ ദിസ് പൊസിഷൻ. വെൻ ദ ആർമേച്ചർ ഈസ് ഇൻ ദിസ് പൊസിഷൻ. കണ്ടോ? വെൻ ദ ആർമേച്ചർ ഈസ് ഇൻ ദിസ് പൊസിഷൻ. വെൻ ദ ആർം വിൽ കം ഇൻ ടു പ്ലേ. ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കക്ഷി നേരത്തെ മോഷനിലായിരുന്നു, അതെ, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? പെട്ടെന്ന് കറണ്ട് നിന്നു, അതുകൊണ്ട് തന്നെ ഫോഴ്സും നിന്നു. പക്ഷേ ഉണ്ടല്ലോ, ആളുടെ ഒരു ടെൻഡൻസി എന്താ? നേരത്തെ ഇയാൾ കറങ്ങിക്കൊണ്ടിരുന്നതല്ലേ, സോ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അതിനെയാണ് എന്ത് വിളിക്കുക? ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുക. എന്താണ് ഇനർഷ്യ ഓഫ് മോഷൻ? ഇനർഷ്യ മീൻസ് മടിയാണ്. എന്താണ്? മടിയാണ്. എന്താണ് മടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള മനുഷ്യൻ്റെ ടെൻഡൻസി. മനുഷ്യൻ എന്നല്ല, ഏതൊരവസ്ഥയും ഏതൊരു സാധനത്തിനും അതെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസി അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുക, കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക, എങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കാനായിരിക്കും നമുക്ക് താല്പര്യം. ഇതാണ് മടി. ആ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ ഇവിടുത്തെ കേസ് നോക്കൂ, ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് കറണ്ട് നിന്ന് പോയി, കാര്യം സ്പ്ലിറ്ററിങ് കോണ്ടാക്റ്റിലില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഫോഴ്സും നിൽക്കും, കറണ്ട് ഇല്ലല്ലോ. മനസ്സിലാവുന്നു? കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും വെവ്വേറെ ഡയറക്ഷനിൽ ആക്ട് ചെയ്താൽ മാത്രമാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് നിന്നുപോയി, ഫോഴ്സ് നിന്നുപോയി, ആളിങ്ങനെ വന്ന് നിന്ന് പോവോ? ഇല്ല. എന്താ? ആൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നേ. സോ ഹി വിൽ ഹാവ് എ ടെൻഡൻസി ടു കണ്ടിന്യൂ ഹിസ് മോഷൻ. അതിനൊറ്റ വാക്കി പറയാം, ഇനർഷ്യ ഓഫ് മോഷൻ വിൽ കം ഇൻ ടു പ്ലേ. ദെയർഫോർ ഫോഴ്സ് ഇല്ലെങ്കിലും ഇവൻ അങ്ങ് കറങ്ങും. എന്താ പറഞ്ഞത്? ഫോഴ്സ് ഇല്ലെങ്കിലും ദ ആർമേച്ചർ വിൽ കണ്ടിന്യൂ റൊട്ടേഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. എങ്ങോട്ടാണോ കറങ്ങിക്കൊണ്ടിരുന്നത് അതേ ദിശയിലേക്ക് കക്ഷി അങ്ങ് കണ്ടിന്യൂ ചെയ്യും. മനസ്സിലാവുന്നോ? അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്ന കക്ഷിക്ക് ഇനർഷ്യ ഫീൽ ചെയ്തിട്ട് കക്ഷി ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ കറങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. സോ ഇനർഷ്യ ഓഫ് മോഷൻ വിൽ കം ഇൻ ടു പ്ലേ സഡൻലി. മനസ്സിലാവുന്നോ? യെസ്. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും പഴയ പൊസിഷനിൽ വരും അല്ലേ. അപ്പോൾ CD ഇപ്പുറത്തും വരും, AB അവിടെയും വരും. ശരിയല്ലേ? അതാണ് ഈ കാണുന്നത്. ഈ മൂന്നാമത്തെ പൊസിഷൻ കണ്ടോ? ഇതാണോ മൂന്നാമത്തെ ഫിഗർ 3. ഫിഗർ 3യിൽ കണ്ടോ? എവിടെ CD എവിടെ നിൽക്കുന്നത്? നേരത്തെ നിന്നെടുത്താണോ? അല്ല. കണ്ടോ? ഓക്കെ. അപ്പോൾ നോക്കൂ, CD ഇവിടെ വന്നു, AB ഇവിടെ വന്നു. അപ്പോൾ സഡൻലി ഏത് റിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത്? സഡൻലി വാട്ട് ഹാപ്പൻസ്? സ്പ്ലിറ്റ് റിങ് S2 ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B1. S1 ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B2. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് കൈയോടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാനത് പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമുക്ക് കൺസെപ്റ്റ് അങ്ങ് വെടിപ്പായിട്ട് കിട്ടണം. ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വെൻ ആർമേച്ചർ കംപ്ലീറ്റ്സ് ഒരു 90 ഡിഗ്രി കൂടെ കഴിഞ്ഞു. ഇങ്ങനെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രിയും കൂടെ ആളെന്ത് ചെയ്തു? അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ മനസ്സിലാവുന്നോ? ഇപ്പോൾ ഇവിടെ C, ഇവിടെ D, ഇവിടെ A, ഇവിടെ B അല്ലേ. അപ്പോൾ ഇത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. സോ വെൻ ആർമേച്ചർ റൊട്ടേറ്റ്സ് 180 ഡിഗ്രി എന്താ സംഭവിക്കുക? S1 ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B2. S1 ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B2. പിന്നെ S2 ഈസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് B1. മനസ്സിലാവുന്നോ? അപ്പോൾ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ CD എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഫോഴ്സ് മുകളിലേക്കായിരുന്നു, ഇപ്പോഴോ താഴേക്കാവും. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലേക്കൂടെ കറണ്ട് വരികയല്ലേ. ഒന്നുകൂടി ഇങ്കൊന്ന് മാറ്റിക്കോട്ടെ. നോക്കി, ഇവിടുന്ന് കറണ്ട് വരുന്നു, ഇവിടുന്നും കറണ്ട് വരുന്നു, സ്പ്ലിറ്റ് റിങ് വഴി കയറുന്നു, ഇത് ഇങ്ങോട്ട് കറണ്ട് കയറുന്നു, ഇങ്ങോട്ട് കറണ്ട് വരുന്നു. അതൊക്കെ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഏതാമാണ് നിൽക്കുന്നത്? CD ആണ് നിൽക്കുന്നത്. കണ്ടോ? CD ആണ് നിൽക്കുന്നത്. നേരത്തെ ABക്കല്ലേ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നേ. അപ്പം ഇവിടെ CD എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യും? താഴോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇവിടെയാൾക്ക് എങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഔട്ട്വേർഡ്സ്, മുകളിലേക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ വീണ്ടും എന്ത് ചെയ്യും? താഴേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യും. നോക്കൂ, താഴേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ്?
വാട്ട് ഹാപ്പൻസ്, വീണ്ടും എന്ത് ചെയ്യും, താഴേക്ക് ഒരു 90 ഡിഗ്രി കൂടി കറങ്ങും, താഴേക്ക് ഒരു 90 ഡിഗ്രി കൂടി കറങ്ങും. അപ്പോൾ ഈ സി ഡി ഇപ്പോൾ ഇവിടെ നിൽക്കുകയായിരുന്നല്ലോ, സി ഡി എന്ത് ചെയ്യും, താഴെ പോകും, എന്നിട്ട് മുകളിൽ ആര് വരും, എ ബി വരും. അപ്പം എന്താ പ്രശ്നം, അപ്പോൾ എന്താ, ഈ സ്പ്ലിറ്ററിങ് വീണ്ടും കറങ്ങും. അപ്പോൾ S2 അങ്ങ് അടിയിൽ പോവും, S1 അങ്ങ് മേളിൽ പോകും. കണ്ടോ, S2 അടിയിൽ പോയി, S1 മുകളിൽ വന്നു. സോ എത്ര, ഒരു 90 ഡിഗ്രിയും കൂടെ കറങ്ങി എന്ന് പറഞ്ഞാൽ എത്ര, 150 + 90 എത്ര, 270. So after 270 degrees, again what happens, current starts to flow from battery and it flows till brush B1. പിന്നെ അങ്ങോട്ട് കറണ്ട് മൂവ് ചെയ്യോ, കറണ്ട് വിൽ നോട്ട് എൻറ്റർ ആർമേച്ചർ കോയിൽ. വൈ? ബിക്കോസ് എഗെയിൻ സ്പ്ലിറ്ററിങ് ഈസ് നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ബ്രഷ് അറ്റ് 270 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, at 270 degree what happens, split rings are not in contact with brushes. So current does not reach armature coil. So no force is experienced. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് 270 ഡിഗ്രിക്ക് മാത്രമാണോ? അല്ല, അറ്റ് 90 ഡിഗ്രി ഓൾസോ. 90 ഡിഗ്രിക്ക് ഈ സെൻറ്റൻസ് തന്നെയാണ്, സ്പ്ലിറ്റ് റിങ്സ് ആർ നോട്ട് ഇൻ കോണ്ടാക്റ്റ് വിത്ത് ബ്രഷസ്. സോ കറണ്ട് ഡസ് നോട്ട്, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അറ്റ് 90 ഡിഗ്രിയുടെ കേസ് അല്ലേ. ഓക്കെ, അപ്പോൾ അറ്റ് 270 ഡിഗ്രിയും അറ്റ് 90 ഡിഗ്രിയൊക്കെ എന്ത് തന്നെയാണ്, സെയിം സെൻറ്റൻസുകൾ തന്നെയാണ് വരുന്നത് അല്ലേ, ആണല്ലോ. അപ്പോൾ അറ്റ് 180 ഡിഗ്രിയും കഴിഞ്ഞു, 270യും കഴിഞ്ഞു. ഇനി വീണ്ടും തിരിച്ചെന്ത് ചെയ്യും, വീണ്ടും ഒരു 90 ഡിഗ്രി അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? ബൈ ഇനർഷ്യ ഓഫ് മോഷൻ. അടിപൊളി. എന്താണ്? ബൈ ഇനർഷ്യ ഓഫ് മോഷൻ ഇറ്റ് കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ്. അത് പറയണം കേട്ടോ, നല്ല പോയിൻ്റ് അത്. ഇറ്റ് കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ്. അത് ഇവിടെ മാത്രമല്ലല്ലോ പറയേണ്ടത്, ഇവിടെയും പറയണ്ടേ. 90 നിന്ന് 150 എങ്ങനെയാണ്? ബൈ ഇനർഷ്യ ഓഫ് മോഷൻ. ആർമേച്ചർ റൊട്ടേറ്റ്സ്, വെന്നങ്ങ് വിട്ട. ആർമേച്ചർ റൊട്ടേറ്റ്സ് 180 ഡിഗ്രി. therefore S is not in contact with S is in contact with B2. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അത് വൃത്തിയായിക്കോട്ടെ. അടുത്ത പോയിന്റ്. ഓക്കെ, ഇതിപ്പം 270 90യുടെയും കേസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേസ് എന്ത് പറ്റും? വീണ്ടും എന്ത് പറ്റും? പഴയ പോലെ വന്ന് കിടക്കും. നോക്കിക്കേ, എ ബി പഴയതുപോലെ ഇവിടെ തന്നെ വരും. എ ബി പഴയതുപോലെ തിരിച്ച് കറങ്ങി ഇപ്പുറത്തും വരും. സി ഡി അതേ പൊസിഷനിലോട്ട് മാറുകയും ചെയ്യും. ഏറ്റവും അവസാനം കേട്ടോ, ഓക്കെ. അപ്പം ബൈ ഇനർഷ്യ ഓഫ് മോഷൻ ഇറ്റ് കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈ സെൻറ്റൻസ് വേണം കേട്ടോ, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പ്രത്യേകം വേണം. കാര്യമെങ്കിലേ അത് കറക്റ്റ് ആകത്തുള്ളൂ. ഇതാണ് കറക്റ്റ്. ബൈ ഇനർഷ്യ ഓഫ് മോഷൻ ഇറ്റ് കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ്. ശരി, അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഗതി റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? ഇപ്പോൾ റൊട്ടേഷൻ പഠിച്ചു. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ മാക്സിമം? സിമ്പിളല്ലേ? എങ്ങനെ ഇരിക്കുമ്പം? ഇങ്ങനെ ഇരിക്കുമ്പം. only when the plane of the armature is parallel to the direction of the magnetic field, deflecting couple is maximum. എപ്പോഴാണ് മിനിമം? അത് ഇങ്ങനെ ഇരിക്കുമ്പം. when the plane of the armature coil is perpendicular to the direction of the magnetic field. പിന്നെ അതെങ്ങനെയാണ് കറങ്ങുന്നത്? because of the inertia of motion it continues to rotate. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇനി ഇതിന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഒരു പയ്യൻ്റെ പേര് പഠിച്ചാൽ മതി. ആ പയ്യൻ്റെ പേരെന്താണെന്നറിയാമോ? സാധാരണ അങ്ങനെ പഠിപ്പിക്കുക. ഓക്കെ, എബിൻ. അത്ര തന്നെ. സ്പീഡ് ഓഫ് റൊട്ടേഷൻ കൂട്ടാൻ ഒരാളെ വിളിച്ചാൽ മതി. ആരെ വിളിച്ചാൽ മതി? എബിനെ വിളിച്ചാൽ മതി. എ ഫോർ ഏരിയ ഓഫ് ദി ആർമേച്ചർ കോയിൽ. കുറച്ചുകൂടെ വലിയൊരു ആർമേച്ചർ കോയിൽ സങ്കല്പിക്കുക.
ബി എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ദി മാഗ്നറ്റിക് ഫീൽഡ്, ഐ എന്ന് പറയുന്നത് ബൈ ഇൻക്രീസിങ് ദി കറണ്ട് ആൻഡ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് ടേൺസ്. ആർമേച്ചർ കോയിൽ ഒരു വയർ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ അനേകം വയർ വെച്ച് ഉണ്ടാക്കാൻ സാധിച്ചാൽ, അനേകം ABCD ഉണ്ടാക്കാൻ സാധിച്ചാൽ, ബിക്കോസ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് വി ആർ ഇൻക്രീസിങ് കറണ്ട്, വി ആർ ഇൻക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വി ആർ ഇൻക്രീസിങ് ദ ഏരിയ. സോ ഈ 4 കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അതിനാരെ വിളിച്ചാൽ മതി? എബിൻ എന്ന് പറയുന്ന പയ്യനെ ഓർത്ത് വിളിച്ചാൽ മതി. എബിൻ, ഏരിയ ഓഫ് ദി കോയിൽ, ബി മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഐ മീൻസ് കറണ്ട് ആൻഡ് എൻ മീൻസ് നമ്പർ ഓഫ് ടേൺസ്. ഈ 4 കാര്യങ്ങൾ കൂട്ടുന്നതിലൂടെ കുറച്ചും കൂടെ വേഗതയിൽ നമ്മളുടെ DC മോട്ടർ കറങ്ങുവാൻ സാധിക്കും, കറക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ, ഫൈൻ. അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത്, കറണ്ട് എങ്ങനെ കൂട്ടും? നല്ലൊരു ബാറ്ററി വെച്ചാൽ മതി. 5 വോൾട്ടിൻ്റെ ബാറ്ററിക്ക് പകരം 15 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വയ്ക്കൂ. യു വിൽ സി ദർ ഈസ് മോർ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട്സ്. ഓക്കെ, അതിനുശേഷം നോക്കൂ നമ്പർ ഓഫ് ടേൺസ്. അതിനുശേഷം നോക്കൂ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ വർദ്ധിപ്പിക്കാം. എങ്ങനെ വർദ്ധിപ്പിക്കാം? വി ക്യാൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് കോയിൽസ്, അല്ലേ? കുറേ ടേൺസ് ചുറ്റിയാൽ മതിയാകും. എങ്ങനെ ഉപയോഗിക്കാം? ബൈ ഇൻക്രീസിങ് ദി ഏരിയ ഓഫ് ദി കോയിൽ. കോയിൽ കുറച്ച് വലുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി, കുറച്ചുകൂടെ വലിയ കോയിൽ കൊണ്ടുവരിക. ഓക്കെ, ദെൻ ബൈ ഇൻക്രീസിങ് ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കാം, അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഇൻക്രീസ് ദി ഹൗ ക്യാൻ യു ഇൻക്രീസ് ദി മാഗ്നറ്റിക് ഫീൽഡ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് എഴുതണം എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ യു ഇൻക്രീസ് magnetic field? Okay, how can you increase magnetic field in a DC motor? Introduce, വളരെ ചുരുക്കി നമുക്ക് എഴുതാൻ സാധിക്കും. Introduce a soft iron core. Introduce a soft iron core inside the armature coil. ഇൻസൈഡ് ദ ആർമേച്ചർ കോയിൽ. ഒരു ഇരുമ്പിനെ ആർമേച്ചറിൻ്റെ അകത്തോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒരു ഇരുമ്പിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഒരു ശക്തി ഉണ്ടാവും, അല്ലേ? അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു 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 ആൾ അങ്ങോട്ട് എനർജിയോ അട്രാക്ട് ചെയ്യാൻ ഒരാളെ കിട്ടി, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഫയർ പുള്ളി കാണിക്കും, മനസ്സിലാവുണ്ടോ? സോ ഇൻട്രൊഡ്യൂസിങ് എ സോഫ്റ്റ് അയൺ കോർ ഇൻസൈഡ് ദ ആർമേച്ചർ കോയിൽ വിൽ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, therefore the speed also can be increased. ഇത് മതിയാവും. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് എ സോഫ്റ്റ് അയൺ കോർ ഇൻസൈഡ് ദ ആർമേച്ചർ കോയിൽ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ശരി, അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ? ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ. എന്താണെന്ന് നോക്കിക്കേ, വളരെ സിമ്പിളാണ്. Whenever the coil passes from the vertical position, the direction of the current through the coil has to be reversed so that the coil continues to rotate in the same direction. അതായത് സിമ്പിളാണ്, നിങ്ങളിതൊന്ന് നോക്കിയാൽ മതി. നോക്കേ, ഈ പൊസിഷനിലിരുന്നപ്പോൾ എ ബിയിലൂടെയുള്ള കറണ്ട് എന്താണ്? എ ബിയിലൂടെയുള്ള കറണ്ട് എങ്ങോട്ടാണ്? അകത്തോട്ടാണ് പോകുന്നത്. സിന്ന് എങ്ങോട്ടാണ് കറണ്ട് പോകുന്നത്? ഡിയിലോട്ടാണ് കറണ്ട് പോകുന്നത്. മനസ്സിലാവുന്നു? പക്ഷേ എപ്പോഴൊക്കെയാണോ ഈ പൊസിഷനിലോട്ട് വന്നത്, ഇതാണ് വെർട്ടിക്കൽ പൊസിഷൻ. എന്താണ് പൊസിഷൻ? വെർട്ടിക്കൽ പൊസിഷനിൽ എപ്പോഴാണോ വന്നത്, സി ഡിയിൽ താഴോട്ടാണ് അപ്പോൾ കറണ്ട് പോകുന്നത്, എ ബിയിൽ മേലോട്ടാണ് അപ്പോൾ കറണ്ട് പോകുന്നത്. പക്ഷേ എപ്പോഴൊക്കെയാണോ സി ഡി കറങ്ങി ഇപ്പുറത്ത് വരുന്നത്, ഇവിടെ വരുന്നത്, എപ്പോഴാണോ ഇങ്ങനെ വന്നത്, അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സി ഡിയിലെ കറണ്ട് എങ്ങനെയായി? ഇതേ ഫിഗർ 3 നോക്കൂ. സി ഡിയിലെ കറണ്ട് എന്തായി? മാറിയിട്ടുണ്ട്. കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് എപ്പോഴൊക്കെയാണോ വെർട്ടിക്കൽ പൊസിഷൻ പാസ് ചെയ്തിട്ടുള്ളത്, അപ്പോഴൊക്കെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോയിലിന് ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ സാധിച്ചു. കോയിലിൻ്റെ ഡയറക്ഷൻ മാറാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. ഒരേ സൈഡിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതാണ് മെയിനായിട്ടും പഠിക്കേണ്ടത്. കോയിലിനെ നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? സ്പ്ലിറ്റ് റിംഗ് ഉള്ളതുകൊണ്ട്. കാര്യം ഓരോ തവണയും വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് വാസ് റിവേഴ്സ്ഡ്. എ ബിയിൽ ആദ്യം മുകളിലോട്ടായിരുന്നു, പിന്നെ അത് എന്തായി മാറി? താഴോട്ടായി പോയി. സി ഡിയിൽ ആദ്യം താഴോട്ടായിരുന്നു, പിന്നെ അത് എന്തായിട്ട് മാറി? കറണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. സോ ദിസ് ഈസ് അച്ചീവ്ഡ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ.
ഇതാണ് ഫങ്ഷൻ ഓഫ് ദി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇറ്റ് അലൗഡ് ദ ആർമേച്ചർ കോയിൽ ടു കണ്ടിന്യൂ ദ റൊട്ടേഷൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ബൈ റിവേഴ്സിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്സ്. ഇനി ഡി സി മോട്ടറിൽ എന്താ സംഭവിച്ചത്? വി അപ്ലൈഡ് ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ കറണ്ട് കൊടുക്കുന്നുണ്ട്, ശരിയാണോ? ഓക്കെ, കറണ്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം മൂവ് ചെയ്യാൻ പോയി. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എനർജി എന്നാണ് പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്നാണ് പറയും. അവിടെ നിന്ന് കറങ്ങുമല്ലേ. സോ എനർജി കൺവെർഷൻ ഇൻ എ ഡി സി മോട്ടർ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവെർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേസ് സെഷൻ. മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നോക്കുക, ശേഷം ഒന്ന് വായിച്ച് നോക്കുക. ഉറപ്പായും നല്ല വ്യത്യാസം ഉണ്ടാവും, എന്നിട്ട് പറയും കേട്ടോ.